BDJസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN അനുരാഗ് ഒപ്പമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിലെ പ്രവർത്തനം? വളരെ സജീവമായി തന്നെ ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. വിജയിക്കുമെന്നതിന് യാതൊരു തർക്കമില്ല. കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളാണ് ഒരു 7 വോട്ട് കൂടുതൽ. അവിടെ BJPയുടെ ശക്തി ഇല്ലാത്ത സ്ഥലങ്ങളും അതാണ്. ഇത്തവണ കഴിഞ്ഞ തവണ ശ്രീധരന് പോലും അവിടെ നിന്ന് കാര്യമായി വോട്ട് ലഭിച്ചിട്ടില്ല. ഇത്തവണ അവിടെ നിന്ന് ലഭിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ പ്രതീക്ഷ? അവിടെ നിന്നെല്ലാം NDAക്ക് തന്നെയാണ് ഇത്തവണ വോട്ട് ലഭിക്കാൻ പോകുന്നത്. അതിന് പ്രധാന കാരണം ഈ മേഖലയെല്ലാം കാർഷിക മേഖലയാണ്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് കൃഷിക്കാർക്ക് വേണ്ടി ചെയ്യുന്ന താങ്ങുവില വർധനവ് ഓരോ തവണ വർദ്ധിപ്പിച്ച് ഓരോ സീസണിലും വില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നെല്ലിൻ്റെ വില വെട്ടിച്ചുരുക്കി കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിന് ആനുപാതികമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം നിലനിർത്തിയിരുന്നെങ്കിൽ ഇന്ന് 1 കിലോ നെല്ലിന് 33-34 രൂപ കൃഷിക്കാർക്ക് ലഭിച്ചേനെ. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സംസ്ഥാന ഇടതുപക്ഷവും ആ നിലപാടിനെ നിയമസഭയ്ക്കകത്ത് ചോദ്യം ചെയ്ത് തിരുത്താൻ കഴിയാത്ത VD സതീശൻ്റെ പ്രതിപക്ഷത്തെയും ജനങ്ങൾ നിരാകരിക്കും. സന്ദീപ് വാര്യർ എന്ന BJP സംസ്ഥാന സമിതി അംഗം പാർട്ടി വിട്ടു. ഇനി കൂടുതൽ കോൺഗ്രസിലേക്ക് BJP അതുപോലെ തന്നെ CPM നേതാക്കൾ പോകുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. സന്ദീപ് ഈ തെരഞ്ഞെടുപ്പിലൊരു ഫാക്ടറല്ല. അദ്ദേഹം പാലക്കാടിനകത്ത് ഒരു സ്വാധീനം, പാലക്കാടെന്നല്ല കോൺഗ്രസ്സിന് അദ്ദേഹത്തെ കൊണ്ടുപോയത് നഷ്ടമേ ഉള്ളൂ. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ വളരെ വ്യക്തമാക്കിയത് ഇദ്ദേഹത്തിൻ്റെ വരവ് വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോകും എന്നുള്ള പാലക്കാടൻ ശൈലിയിലാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ദയനീയമായ ആശയപരമായ പാപ്പരത്വം ജനം തിരിച്ചറിയും. ഇത് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. അനുരാഗിൻ്റെ അവകാശവാദമാണ് BDJസിൻ്റെ വോട്ടുകൾ ഇത്തവണ BJP പാലക്കാട് മണ്ഡലത്തിൽ ജയിപ്പിക്കും എന്നാണ് അവകാശപ്പെടുന്നത്. വിജേഷ് പൊതുവാശ്ശേരിക്കൊപ്പം G പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.